കൊട്ടാരക്കരയുടെ കാര്യം കൊട്ടാരക്കരയുടെ കാര്യം പറയുമ്പോൾ കൊട്ടാരക്കരയിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു ക്ഷീണം ഉണ്ടാക്കിയോ? അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ലീഡർ എന്ന നിലയ്ക്ക് താങ്കൾക്കടക്കം ഇപ്പോൾ ആയിഷ പോറ്റി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആയിരുന്ന ഒരാളാണ്. അവിടെ നമ്മുടെ കൂടെ സജീവമായി നിന്ന് നമ്മുടെ കൂടെ 10-20 വർഷക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ വേദി നിൽക്കുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ നേതാവായി മാറി. അത് അങ്ങനെ കോൺഗ്രസ് നേതാവായി മാറുക എന്ന് പറയുമ്പം വാസ്തവത്തിൽ അതൊരു സംഘടനാപരമായിട്ടോ അല്ലാതെയൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം. എന്തിനാണ് കോൺഗ്രസിൻ്റെ കൂടെ പോയതൊക്കെ വ്യക്തിപരമായ കാര്യം, അവരുടെ കാര്യം. പക്ഷേ ഇത്രയും കാലം ഈ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ നിലപാടുകൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് നല്ലപോലെ വിഷമം വരുന്നൊരു കാര്യമാണ് ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരിക്കുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് പോയല്ലോ എന്നൊരു വിഷമം വരും. അതൊക്കെ രാഷ്ട്രീയത്തിനകത്തുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം ഏറ്റവും നന്നായി ചെയ്യും. അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളതിനെ കാണുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിനകത്ത് ഇപ്പോൾ ആയിഷ പോറ്റിയുടെ കാര്യം, അവർ വേണ്ട രീതിയിൽ പാർട്ടിക്കകത്ത് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പരിപാടികൾക്ക് വിളിക്കലില്ല, അവരെ പരിഗണിച്ചില്ല പോലെയുള്ള കാര്യങ്ങളാണ് ഒരു ന്യായവാദമായി ഇറങ്ങിപ്പോകുന്നതിന് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു 3 ടൈം പൂർത്തിയാക്കി പോയ ഒരാളെ പിന്നീട് പാർട്ടി വേണ്ട നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്തില്ല, പരിഗണിച്ചില്ല എന്ന ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്ത സ്ഥാനത്ത് താങ്കൾ കൂടി വരുമല്ലോ. അങ്ങനത്തെ ഒരു കാര്യമില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന പരിഗണന കൊടുത്തിരുന്നതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, പാർട്ടി മഹിളാ സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, പിന്നീട് ബാർ കൗൺസിലിൻ്റെ അംഗമായിരുന്നു, ബാർ അസോസിയേഷൻ്റെ ബാർ കൗൺസിൽ ലോയേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. അങ്ങനെയെല്ലാം സ്പേസ് ഇല്ലാത്ത പ്രശ്നമില്ല. പക്ഷേ വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും. വ്യക്തിപരമായി വേറൊരു രാഷ്ട്രീയത്തിൽ പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് അവരുടെ കാര്യം, ഞാൻ അതിനകത്തേക്ക് പറയുന്നില്ല. പക്ഷേ ഇത്രയും പരിഗണന സാധാരണഗതിയിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് എല്ലാവരും സ്നേഹപൂർവ്വമായിട്ട് അവരോട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞാനപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ള സ്പേസ് ഇതിനകത്ത് ഇരിക്കുന്നവർക്കുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് ഉത്തരവാദിത്തങ്ങളുണ്ട്.